ഇടുക്കി വാഗമണ്ണിൽ 50 ഗ്രാം MDMA-യുമായി യുവതിയും യുവാവും എക്സൈസിന്റെ പിടിയിലായി. കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് ഫഫാസ്, ശ്രാവൺതാര എന്നിവരാണ് പിടിയിലായത്. ഇവർ താമസിച്ചിരുന്ന റിസോർട്ടിൽ നിന്നും ഹാഷിഷ് ഓയിലും കഞ്ചാവും 3,75,000 രൂപയും പിടിച്ചെടുത്തു. ആഷിക്കൊണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിക്ക്, എപ്പോഴാണ് ഇവർ പിടിയിലാകുന്നത്? മറ്റു വിശദാംശങ്ങൾ. അജി, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം പിടിയിലാകുന്നത്. വിനോദസഞ്ചാരികൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗമുണ്ട് എന്ന രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വാഗമൺ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് ഫവാസ്, ശ്രാവൺ താര എന്നിവരുടെ വാഹനത്തിൽ നിന്ന് MDMA പിടികൂടിയത്. 50 ഗ്രാമോളം MDMA ഉണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യൽ സ്ഥലത്തിൽ ഇവർ താമസിച്ചിരുന്ന ഹോട്ടലിലും പരിശോധന നടത്തി. അവിടെ നിന്ന് 3,75,000 രൂപയും ഹാഷിഷ് ഓയിലും പിടികൂടിയിട്ടുണ്ട്. വിനോദസഞ്ചാരികൾക്കിടയിൽ ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിച്ചതാണ് ഇത് എന്ന സംശയമാണ് പോലീസ് ഉന്നയിക്കുന്നത്. ഏതായാലും വിശദമായി ചോദ്യം ചെയ്ത് മറ്റ് നടപടിയിലേക്ക് കടക്കുമെന്ന് വാഗമൺ പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട്. നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ ഡ്രൈവ് എക്സൈസ് വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് പീരുമേട് എക്സൈസ് റേഞ്ചിലെ ഇൻസ്പെക്ടറും പാർട്ടിയും അതുപോലെ തന്നെ സർക്കിളിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് ഇന്നലെ വാഗമൺ ഭാഗം കേന്ദ്രീകരിച്ച് റെയ്ഡുകളും പരിശോധനകളും നടത്തിയിരുന്നു. അതിന്റെ ഫലമായിട്ട് വാഹന പരിശോധന നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഒരു വലിയ സീഷർ MDMA 50 ഗ്രാമോളം, അതുപോലെ തന്നെ കുറച്ച് ഹാഷിഷ് ഓയിലും കുറച്ച് കഞ്ചാവും ഒരു 3,75,000 രൂപയും പിടിച്ച് പീരുമേട് എക്സൈസ് ഇൻസ്പെക്ടർ വിധുവിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ഒരു കേസ് കണ്ടെടുക്കുകയുണ്ടായി. ആദ്യം ഇവരുടെ വാഹന പരിശോധന നടത്തി ഈ MDMA-യും കഞ്ചാവും മാത്രമാണ് പിടികൂടിയത്. പിന്നീട് അവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ താമസിച്ച റിസോർട്ട് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. അതിൽ നിന്നാണ് ബാക്കി പൈസ 3,75,000 രൂപയും വിവിധ രീതിയിലുള്ള ഡോക്യുമെന്റ്സ്, പിന്നെ മൊബൈൽ ഫോണുകൾ, അതുപോലുള്ള കാര്യങ്ങൾ റിക്കവർ ചെയ്തത്. പ്രതികളെ അറസ്റ്റ് ചെയ്തു, ഓഫീസിൽ ഹാജരാക്കി, കേസ് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് വരെ കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള നടപടികൾ തുടർന്നു വരികയാണ്. ഇതിന്റെ ഉറവിടത്തെക്കുറിച്ച് വളരെ വിശാലമായ രീതിയിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സന്ദർശിച്ചിരുന്നു. ഡെപ്യൂട്ടി കമ്മീഷണർ അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം വലിയ ടീമിനെ തന്നെ രൂപീകരിച്ച് വളരെ വിശാലമായ രീതിയിലുള്ള അന്വേഷണം നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എക്സൈസ് ഇൻസ്പെക്ടർ ഇതിനുണ്ട്. ഇതിന് പറയാനുള്ള കാര്യം കൂടി. കോഴിക്കോട് സ്വദേശികളാണ് പ്രതികൾ. ഒരു ലേഡിയും ഒരു ജെൻസുമാണ് പ്രതികളായിട്ടുള്ളത്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നമ്മൾ അന്വേഷിക്കുകയാണ്. പ്രതികളെ നമ്മൾ കിട്ടുകയും അവരിൽ നിന്നുള്ള രഹസ്യവിവരത്തെ തുടർന്ന് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിലേക്ക് പോവുകയും കൂടുതലായിട്ട് സീഷർ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമായി കൂടുതലും കാര്യങ്ങൾ പറയണമെങ്കിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വെളിവാകുകയുള്ളൂ. എന്തായാലും വളരെ നല്ലൊരു സീഷറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വരും പ്രതിയാക്കിയിരിക്കുന്നതായിരിക്കും. കോഴിക്കോട് സ്വദേശികളായ 2 പേരായിരുന്നു നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു റഹ്മാൻ ബസാറിലെ മുഹമ്മദ് ഫവാസും ഒരു കോഴിക്കോട് ഫറൂഖ് സ്വദേശി ശ്രാവൺ താര എന്ന 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരെ പ്രതികളെ ചോദ്യം ചെയ്തതിൽ വലിയൊരു റാക്കറ്റ് തന്നെ ഇതിന്റെ പുറകിൽ ഉള്ളതായിട്ട് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അവരുടെ നേതൃത്വത്തിൽ വലിയൊരു ടീം തന്നെ രൂപീകരിച്ച് ഇതിന്റെ അന്വേഷണം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.